അല്ല, എന്തിനാണ് പ്രതിഷേധം എനിക്കറിയില്ല. ഞാൻ ഇവിടെ ചടങ്ങ് തുടങ്ങാൻ സമയത്ത് അവർ കുറച്ചുപേര് മുദ്രാവാക്യം വിളിച്ചു, എന്റെ പേര് വിളിച്ചു പറയുന്ന കേട്ടു, മുദ്രാവാക്യം വിളിച്ചു. പിന്നെ കരിങ്കൊടി, ഞാൻ അവിടെയൊക്കെ നോക്കിയപ്പോൾ കരിങ്കൊടി കാണിക്കുന്നതായിട്ട് കണ്ടു. കരിങ്കൊടി ഉണ്ടായിരുന്നു അവിടെ വന്ന് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത്. ഇനി ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന്റെ പേരിലാണ് പ്രതിഷേധമെങ്കിൽ ആ പ്രതിഷേധ മുദ്രാവാക്യവും ആ കരിങ്കൊടിയും പൂമാലയും ഐക്യദാർഢ്യ മുദ്രാവാക്യവുമായിട്ട് കരുതുന്നു. 4 പതിറ്റാണ്ടിലധികമായി പത്തനംതിട്ടയുടെ MLA ആയിരുന്ന യശശരീരനായിരുന്ന KK നായർ സാറിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഈ റിംഗ് റോഡും ഈ സ്റ്റേഡിയമൊക്കെ വന്നത്. നിങ്ങൾ ഓരോ മാധ്യമ പ്രവർത്തകർക്കും അറിയാം ഈ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ആവശ്യമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ജില്ലാ ആസ്ഥാനത്ത്, അതായത് പത്തനംതിട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി കൂടിയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ അനുവദിച്ച പദ്ധതി. അതിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് അത് വിവരാവകാശ പ്രകാരം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എടുത്ത് നോക്കാം. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിൽ തുക കോട്ട് ചെയ്ത് അർഹമെന്ന് സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ കണ്ടെത്തിയ ഊരാളുങ്കലിനാണ് ഈ വർക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഇവിടെ കാണുന്നവർ ഇവിടെ മണ്ണിട്ട് ഒരു ഭാഗം ഫില്ല് ചെയ്തുകൊണ്ടാണ്, അതിനുള്ള അനുമതി ഉൾപ്പെടെയാണ് കിഫ്ബി അതിനുവേണ്ടിയുള്ള തുക ഉൾപ്പെടെയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഈ 2 മാസം മഴ മാറി നിൽക്കുന്ന മാസമാണ്. അപ്പോൾ ഈ 2 മാസം നല്ല രീതിയിൽ നിർമ്മാണം മുന്നോട്ട് പോകും. അതുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഇവിടെ പണ്ട് ഒരു 10-15 വർഷമായിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് പല ഉദ്ഘാടനങ്ങൾ സംസ്ഥാന ഗവർണർ വരെ അന്നത്തെ ഗവർണർ വരെ അന്ന് ഉദ്ഘാടനം നടത്തിയ സ്റ്റേഡിയം അതിന്റെ സ്ഥലം അപ്പുറത്തുണ്ട്. അവിടെ ഒരു തൂണ് പോലും വെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും വിവാദം ദയവായിട്ട് ഉണ്ടാക്കരുത്. എന്തിനാണ് വിവാദം? ഒന്നിച്ചു നഗരസഭാ ചെയർമാനാണല്ലോ ഇവിടെ സംസാരിച്ചത്. നഗരസഭാ ചെയർമാനാണ് അതിന്റെ സ്വാഗതം പറഞ്ഞത്. നഗരസഭാ ചെയർമാൻ ഇത് പെർമിസീവ് സാങ്ഷനാണ്. പെർമിസീവ് സാങ്ഷൻ നിർമ്മാണത്തിന് വേണ്ടി തന്നതാണ്. അതിന്റെ എഗ്രിമെന്റ് കൃത്യമായിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ, ഇത് ആദ്യത്തെ സ്റ്റേഡിയം അല്ലല്ലോ. ഇപ്പൊ സംസ്ഥാനത്ത് ഇത് ആദ്യത്തെ സ്റ്റേഡിയമാണോ പണിയുന്നത് കിഫ്ബിയിലൂടെ? പക്ഷെ പത്തനംതിട്ട മാത്രം പ്രതിഷേധം. പത്തനംതിട്ട ഒരു വികസന പ്രവർത്തനം ഇവർ കൊണ്ടുവരാൻ സമ്മതിക്കുമോ? ഇവിടെ ഒരു കല്ല് വെക്കാൻ അവർക്ക് കഴിയുമോ? 1 രൂപയുടെ വികസന പ്രവർത്തനം ഈ സ്റ്റേഡിയത്തിൽ 4 പതിറ്റാണ്ടായിട്ട് നടത്താൻ ഇവർക്ക് കഴിയുന്നില്ല. അവിടെയാണ് ഇത് കൊണ്ടുവരുമ്പോ ഇതിനോട് പ്രതിഷേധം. മറ്റ് 13 ജില്ലയിൽ ഇല്ലാത്ത പ്രതിഷേധം എന്തിനാണ്? അത് അവർ ചെയ്തതിന്റെ അനുഭവത്തില. പണ്ട് ഇലക്ഷന്റെ സമയത്ത് അവർ ഗവർണറെ കൊണ്ടുവന്ന് ഉദ്ഘാടനമൊക്കെ നടത്തിപ്പിച്ചിരുന്നു. അപ്പൊ ആ ഓർമ്മയിൽ പറയുന്നാവും ഇലക്ഷൻ സ്റ്റണ്ടാണ്. അതെ, ജസ്റ്റിസ് സദാശിവമാണ് അന്ന് വന്ന് ഉദ്ഘാടനം ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് MLA എന്നുള്ള നിലയിൽ ആ വേദിയിൽ ആദരണീയായിരുന്ന ജസ്റ്റിസ് ഫാത്തിമ ബിബി മാഡത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ജസ്റ്റിസ് സദാശിവ ചോദിക്കുന്നത്, ഓ മാഡത്തിന്റെ നാടാണോ ഇത്? ഞാൻ പറഞ്ഞു ഇതാണ് മാഡത്തിന്റെ നാട് എന്നുള്ളത് പറയുകയുണ്ട്. അപ്പൊ അത് ഞാൻ പ്രത്യേകമായിട്ട് ആ ചടങ്ങ് ഓർത്തിരിക്കുന്നത് അതുകൊണ്ട് കൂടിയിട്ടാണ്. അതെ, അത് അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഒരു പദ്ധതിയും ടെൻഡർ ചെയ്യാതെയോ അല്ലെ വർക്ക് അവാർഡ് ചെയ്യാതെയോ ഒന്നും ഒരു ഉദ്ഘാടനവും നടത്തിയിട്ടില്ല. ഞാൻ നടത്തിയിട്ടില്ല. ആറന്മുള നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടേയില്ല. എല്ലാം കോൺട്രാക്ടർ വന്ന് നിർമ്മാണം തുടങ്ങുന്ന ഘട്ടത്തിൽ മാത്രമാണ് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നത്. ഇത് ജനങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ നിർമ്മാണം നടക്കുന്നുണ്ടോ ഇല്ലയോ. ഈ ദിവസങ്ങളിൽ ഇനി കാണാൻ പോവല്ലേ, ജനങ്ങൾ കാണാൻ പോവല്ലേ. അപ്പൊ പിന്നെ എന്തിനാണ് അവർക്ക് ആശങ്ക? തീർച്ചയായിട്ടും വികസന പ്രവർത്തനം നടത്തുന്നതിന് കരിങ്കൊടിയാണ് അവർ കാണിക്കുന്നതെങ്കിൽ ആ കരിങ്കൊടി പൂമാലയാണ്, ഒരു തർക്കവും ഇല്ല.